പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും വേഗം വരുന്ന കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. വീണ്ടും രണ്ടാഴ്ചകൾക്ക് ശേഷം ഒരു പ്രാവശ്യം കൂടി ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും ദൈവകൃപയിൽ സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും ദൈവകൃപയാൽ സുഖവും സൗഖ്യമായും ഇരിക്കുന്നു. അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു വേദഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിലെ ഒരു പ്രത്യേക ഒരു പേരാണ് എന്നെ വളരെ ചിന്തിപ്പിക്കുകയും ധ്യാനിപ്പിക്കാൻ ഇടയാക്കുകയും ചെയ്തത്. അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായ ഒരു ഭാഗമാണ്. അതിൻ്റെ പ്രത്യേക പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യത്തിലെ ഒരു വേദഭാഗത്തിൻ്റെ ഒരു ഭാഗമാണ്. ആ 26 മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് 15-ാം അധ്യായത്തിൻ്റെ, അതായത് പുറപ്പാട് പുസ്തകം എക്സോഡസ് ചാപ്റ്റർ 15 വേഴ്സസ് ഫ്രം 22 to 26 22 മുതൽ അത് വായിക്കണം. 22 മുതൽ വായിക്കുമ്പോൾ നമുക്കതിൻ്റെ പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇത് ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ പിതാവായ ദൈവം സംസാരിക്കുന്ന ഒരു ഭാഗമാണ്. നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്നും യാത്ര പുറപ്പെട്ടപ്പോൾ അവരുടെ മരുഭൂ പ്രയാണത്തിൽ അവർ ഒത്തിരി കഷ്ടതകളും പ്രയാസങ്ങളും സഹിക്കേണ്ടി വന്നു. അവരുടെ മരുഭൂ പ്രയാണത്തിൽ ചെങ്കടൽ എന്ന ഒരു തടസ്സത്തെ, ചെങ്കടലിനെ മറികടന്ന് യഹോവയായ ദൈവത്താൽ അവർ ചെങ്കടലിനെ മറികടന്ന് മോശയുടെ സഹായത്തോടെയും അങ്ങനെ അവർ മുമ്പോട്ട് കടന്നു വരുമ്പോൾ അവർ ശൂർ മരുഭൂമിയിൽ എത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ശൂർ മരുഭൂമിയിൽ എത്തുമ്പോൾ ആ മരുഭൂ പ്രയാണത്തിൽ അവർ 3 ദിവസം വെള്ളം കിട്ടാതെ അവർ വലഞ്ഞതായിട്ടാണ് വിശുദ്ധ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. 3 ദിവസം അവർ വെള്ളം കിട്ടാതെ അവർ സഞ്ചരിച്ചപ്പോൾ അവർക്ക് ദാഹിച്ചു. തീർച്ചയായിട്ടും അവർക്ക് ആ ജനങ്ങൾക്ക് ദാഹം വരും. ദാഹിച്ചു. അവര് മോശയോട് പിറുപിറുത്തു. എന്നിട്ട് ഞങ്ങൾക്ക് കുടിക്കുവാൻ വെള്ളം എന്തിയെന്ന് മോശയോട് ചോദിക്കുന്നു. മോശ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. പിതാവായ ദൈവത്തോട് അപേക്ഷിച്ചു, ഈ ജനങ്ങൾ ദാഹിക്കുന്നു, അവർക്ക് ഞാൻ കുടിപ്പാൻ എവിടെ നിന്ന് കൊടുക്കും? അങ്ങനെ അവർ മാറയിലെത്തിയപ്പോൾ മാറയിലെ വെള്ളം അവർ കുടിക്കുവാൻ ശ്രമിച്ചു. പക്ഷെ അത് മാറയിലെ വെള്ളം കയ്പുള്ളതായിരുന്നു. മാറയിലെ വെള്ളം അവർക്ക് കുടിക്കുവാൻ സാധിച്ചില്ല. മാറയിലെ വെള്ളം അതീവ കയ്പുള്ളതായിരുന്നു. അപ്പോൾ പിതാവായ ദൈവം മോശയോട് കൽപ്പിച്ചു. മോശയോട് ഒരു മരം കാണിച്ചു കൊടുത്തിട്ട് ആ മരത്തിൻ്റെ കൊമ്പ് വെട്ടി ആ മാറയിലെ വെള്ളത്തിലേക്ക് ഇടാൻ പറഞ്ഞു. അങ്ങനെ അപ്രകാരം മോശ ചെയ്തപ്പോൾ ആ മാറയിലെ വെള്ളം മധുരമായി തീർന്നു. അങ്ങനെ അത് കുടിക്കാൻ യോഗ്യമായ ഒരു വെള്ളമായി തീർന്നു എന്നാണ് നമുക്ക് വിശുദ്ധ വചനം കാണിക്കുന്നത്. അത് 15-ന്റെ 22 മുതൽ നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. അങ്ങനെ 25-ാം ഭാഗം എത്തുമ്പോഴാണ് അങ്ങനെ വെള്ളം മധുരമായി തീരുകയും അങ്ങനെ അവർ അത് കുടിക്കുകയും ചെയ്തു. അവിടെ വെച്ച് പിതാവായ ദൈവം അവർക്കൊരു ചട്ടവും പ്രമാണവും നൽകി. ചട്ടവും പ്രമാണവും നിയമിച്ചു നൽകി എന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇസ്രായേൽ മക്കളുടെ ബന്ധത്തിൽ യഹോവയായ ദൈവം ഒരു ചട്ടവും പ്രമാണവും നിയമം കൊടുക്കുന്നു. അതെന്താണ്? അതിൻ്റെ 26-ാം വാക്യത്തിൽ കാണിക്കുന്നുണ്ട്. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രൈമിയർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ആകുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ആകുന്നു. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോട് കേട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചാൽ മിസ്രൈമിലോട് ചെയ്തിട്ടുള്ള ഒരു വ്യാധികളിൽ ഒന്നും ഞാൻ നിനക്ക് വരുത്തുകയില്ല എന്ന് ഇസ്രായേൽ മക്കളോട് പറയുകയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് പറയുന്ന ആ വാക്യം, ആ സെൻറ്റൻസ് എന്നെ വളരെ സ്പർശിച്ചു. അത് ഞാൻ ചിന്തിച്ചപ്പോൾ അതിൽ നമുക്ക് യഹോവ, ഈ പശ്ചാത്തലത്തിൽ നിന്നാണ് നമ്മൾ യഹോവ റാഫ എന്നൊരു ടേം ഉണ്ടാവുന്നത്. അതായത് നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെയോടുള്ള സംബന്ധിച്ച് ദൈവത്തിൻ്റെ 7 നാമങ്ങളിൽ 7 പേരുകളിൽ ഒന്നാണ് യഹോവ റാഫ. അതിൻ്റെ വിവിധ മറ്റു പദങ്ങളുണ്ട്. യഹോവ ഈരേ, യഹോവ ഷമ്മ, യഹോവ എലോഹി, യഹോവ ശാലേം. അതുപോലെ തന്നെ യഹോവ റാഫ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, ദ ലോർഡ് ഹു ഹീൽസ്.
അത് അങ്ങനെ മാറായെ മധുരമാക്കുന്ന ദൈവം, അതായത് മാറ കയ്പുള്ളതായിരുന്നു. ആ മാറായുടെ കയ്പിനെ യഹോവ ഹീൽ ചെയ്ത്, യഹോവ മാറ്റി അതിനെ മധുരമാക്കി തീർത്തു. അത് ആ ഇസ്രായേൽ മക്കൾക്ക് കുടിക്കാൻ യോഗ്യമായ ഒരു വെള്ളമായി തീർന്നു. അതുപോലെ തന്നെ നീ എൻ്റെ വാക്ക് പ്രമാണിച്ച്, വാക്കുകളെ ശ്രദ്ധയോട് കേട്ട് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ ഇസ്രായേൽ മക്കൾക്ക് വരുത്തിയ വ്യാധികളിലൊന്നും ഞാൻ നിനക്ക് വരുത്തുകയില്ല എന്ന് ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ യഹോവ ഒരു ചട്ടവും പ്രമാണവും ഈ ഷൂർ മരുഭൂമിയിൽ വെച്ച് മാറയെ മധുരമാക്കിയതിന് ശേഷം അവർക്ക് നിയമിച്ച് നൽകുകയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ യഹോവ റാഫ എന്ന ഈ പിതാവായ ദൈവം നമ്മുടെ ജീവിതത്തിൽ യഹോവ റാഫയായി തീർന്നിട്ടില്ലേ? പലപ്പോഴും ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. എൻ്റെ കഴിഞ്ഞ സെക്കൻഡ് ലാസ്റ്റ് വീഡിയോ ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകും. ഞാൻ അതിൽ പറഞ്ഞിരുന്നു, ഒരു 6 മാസമായിട്ട് ഞാൻ എല്ലാ ഫുഡ് ഐറ്റംസിനോടും ഞാൻ അലർജിക്കായി തീർന്നു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു. എനിക്ക് ആഹാരം കഴിക്കുവാൻ ഒന്നും പറ്റുന്നില്ല. പക്ഷേ എൻ്റെ സ്വർഗ്ഗത്തിലെ ദൈവം എനിക്ക് റൈസ് കഴിക്കാനുള്ള കൃപ തന്നു, ചോറും മോരും കഴിക്കാനുള്ള കൃപ തന്നു. ബാക്കി എല്ലാ ഫുഡ് ഐറ്റംസിനോടും ഞാൻ അലർജിക്കായി തീർന്നു. അങ്ങനെ 6 മാസമായിട്ട് ഞാൻ സഫർ ചെയ്ത സമയത്ത് ഒരു പ്രാർത്ഥനാ യോഗത്തിൽ എൻ്റെ ദൈവമായ യഹോവ, എൻ്റെ സ്വർഗ്ഗത്തിലെ ദൈവം പരിശുദ്ധാത്മാവിനാൽ അടിയനോട് സംസാരിച്ചു. എന്നോട് പറഞ്ഞു, നീ ഇനി ഫുഡ് കഴിക്കുമ്പോൾ, നീ ഓരോ പ്രാവശ്യം കഴിക്കുമ്പോൾ യഹോവ റാഫ പറഞ്ഞ് പ്രാർത്ഥിച്ച് കഴിക്കാൻ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ഞാൻ പരിപൂർണമായും വിശ്വസിച്ചു. ഞാനത് ഏറ്റെടുത്തു. എൻ്റെ സ്വർഗ്ഗത്തിലെ ദൈവം എന്നോട് പറഞ്ഞ് ആ വാക്ക് ഞാൻ ഏറ്റെടുത്ത് ഞാൻ ഓരോ ഫുഡും എൻ്റെ മുന്നിൽ കൊണ്ടുവെക്കുമ്പോൾ യഹോവ റാഫ പറഞ്ഞ് പ്രാർത്ഥിച്ച് അത് കഴിക്കുവാൻ തുടങ്ങി. സ്വർഗത്തിലെ ദൈവം അടിയനെ ആ അലർജിക്കിൽ നിന്ന് എന്നെ വിടുവിച്ചു. എനിക്ക് എല്ലാ ആഹാരം കഴിക്കുവാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചു. ആമേൻ, സ്തോത്രം. 2 ആഴ്ചയുടെ അവധിക്ക് വേണ്ടിയിട്ട് ഞാൻ നാട്ടിൽ പോയപ്പോൾ ആദ്യത്തെ 10 ദിവസം ഞാൻ ശരിക്കും ഭാരപ്പെട്ടു. എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ലല്ലോ പിതാവേ. അതിനുശേഷം ഞാൻ യഹോവ റാഫ പറഞ്ഞ് ഓരോ ആഹാരവും കഴിക്കുമ്പോഴും എനിക്കതിൽ അലർജി വരുന്നതായിട്ട് ഞാൻ കണ്ടില്ല. ഒരു അലർജി എന്നെ തൊട്ടില്ല, ഒരു റിയാക്ഷനും എനിക്ക് വന്നില്ല. അങ്ങനെ സ്വർഗ്ഗത്തിലെ ദൈവം ഫുഡ് കഴിക്കുവാൻ എന്നെ സഹായിച്ചു. ആമേൻ. ഇപ്പോഴും ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ യഹോവ റാഫ പറഞ്ഞാണ് കഴിക്കുന്നത്. ആമേൻ, സ്തോത്രം. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. ആമേൻ. പരിപൂർണമായി നിങ്ങൾ വിശ്വസിക്കുക, ഏറ്റെടുക്കുക. ഏത് രോഗമാകട്ടെ, ഏത് പ്രതിസന്ധിയാകട്ടെ, നമ്മുടെ സ്വർഗ്ഗത്തിലെ യഹോവയ്ക്ക് കഴിയാത്തതായിട്ട് ഒന്നുമില്ല. ഞാൻ എൻ്റെ എല്ലാ വീഡിയോകളിലും പറയുന്നതാണ്, യഹോവയെ അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. ആ യഹോവയ്ക്ക് മാറ്റുവാൻ കഴിയാത്തതായിട്ടുള്ള ഒന്നുമില്ല. നീ ഒരു കാര്യമേ ചെയ്യാൻ പറ്റൂ, ഒരു കാര്യമേ നമ്മൾക്ക് ചെയ്യാൻ പറ്റണം, അത് പറ്റിയിരിക്കണം. അതായത് യഹോവയുടെ വാക്ക് ശ്രദ്ധയോട് കേട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ, ആമേൻ, കർത്താവ് നമ്മളോട് പറഞ്ഞ വാഗ്ദത്തം നിറവേറ്റുവാൻ യഹോവ സർവശക്തനാണ്. ആമേൻ. അതുപോലെ സങ്കീർത്തനം 103:3 പറയുന്നുണ്ട്, അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. പഴയ നിയമത്തിൽ പറയുന്ന യഹോവ റാഫ പുതിയ നിയമത്തിലും ജീവിക്കുന്നുണ്ട്. ഞാൻ നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. പരിപൂർണമായി വിശ്വസിക്കണം. എന്ത് പ്രതിസന്ധിയായാലും, എത്ര കഠിനമായ രോഗമായാലും വ്യാധിയായാലും സ്വർഗത്തിൽ യഹോവയ്ക്ക് കഴിയാത്തതായിട്ട് ഒന്നുമില്ല. യഹോവ റാഫയാണ്. ആമേൻ. ദ ലോർഡ് ഹൂ ഹീൽസ്, നമ്മുടെ ഹീലർ, നമ്മുടെ സൗഖ്യദാതാവ് നമ്മുടെ ദൈവമാണ്. ആമേൻ. അത് പുതിയ നിയമത്തിലും പറയുന്നുണ്ട്, നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ മതിയായ ദൈവമാണ്. അതുപോലെ തന്നെ നമ്മൾ സങ്കീർത്തനം 147:3 പറയുന്നുണ്ട്, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ സൗഖ്യം മാത്രമല്ല, നമ്മുടെ മനസ്സിൻ്റെ സൗഖ്യവും നൽകുവാൻ യഹോവ സർവശക്തനാണ്. നീ മനസ്സ് തകർന്നിരിക്കുകയാണോ? നിന്റെ ശരീരം തകർന്നിരിക്കുകയാണോ? നീ സകലത്തിലും വയ്യാതെയും ക്ഷീണിച്ചും ആയിരിക്കുന്ന അവസ്ഥയാണോ? നീ യഹോവയെങ്കിൽ സമർപ്പിക്കുക, നിന്റെ ഭാരം യഹോവയിൽ സമർപ്പിക്കുക. അവൻ അതിൽ നിന്നൊക്കെ മാറ്റി പോംവഴി തരുന്ന ദൈവമാണ്. ആമേൻ, സ്തോത്രം. ആമേൻ.
ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവ റാഫ, യഹോവ സൗഖ്യം നൽകുന്ന ദൈവമാണ്, സൗഖ്യദാതാവാണ്. ഓരോ നിമിഷവും ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് നിർത്തുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ.